അങ്ങനെ നമ്മൾ കുറച്ച് ഇപ്പുറത്ത് എത്തിട്ടോ. പാലക്കാടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ. ഈ ഒരു പച്ചപ്പ് തെങ്ങും തോട്ടം, തോട്ടമല്ല ആ വരമ്പിലൂടെ ഓരോ തെങ്ങുകൾ, ഇങ്ങനെ ഓരോ പന. എന്താ ചെയ്യാ, ഇടിലും സ്ഥലം ഒന്നും പറയല്ല. ഇതിലൂടെ നടന്നു പോയാൽ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പോയൊക്കെ എന്തായാലും പാടം പാടം ചേറിൻ്റെ മണം വരുന്നുണ്ട്. ചേറിൻ്റെ മണം. അപ്പുറത്തൊരു കുളമുണ്ട്. വേണ്ട, കുളമൊക്കെ ഏകദേശം മൂടിപ്പോയിടാം. പക്ഷേ ഇതൊരു അടിപൊളി കാഴ്ച. അയ്യോ, കിടിലൻ സ്ഥലം, കിടിലൻ. അവിടെ കുറേ ചേച്ചിമാര് നാറൊക്കെ നടുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോരാ. അവിടേക്ക് ഈ നെല്ലിപ്പോൾ നമ്മൾ കുഴിച്ചിട്ടില്ലേ, ഇത് നമ്മള് ഇതിപ്പോ വിതച്ചു. ഇനി ഇത് കൊയ്യാൻ എത്ര സമയം എടുക്കും? 3 മാസം 4 മാസം 4 മാസം കൊണ്ട് ഇത് കൊയ്തെടുക്കാം അല്ലേ? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 2 മാസം, ഇനി 2 മാസം. അങ്ങനെ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിലേ നിങ്ങളെ മാതിരിയുള്ള ആൾക്കാർ തന്നെ വേണം. നമ്മക്കൊന്നും അറിയില്ല. അല്ല, ഇതുകൊണ്ടൊന്നും ഗവൺമെന്റ് ഇതിനൊന്നും കണക്കാക്കില്ല. ഒരു സ്ഥാപനവും നിക്കൂല. ഇപ്പൊ ഗവൺമെന്റ് ആകെ സാമ്പത്തികമായി പ്രശ്നത്തിലാണ്. അത് ശരിയാ. അതല്ല, ഇതിപ്പോ ഇത്രയും ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 2 4 6 8 10 13 ആള്. 13 ആള് ഇപ്പൊ ഡെയിലി പണിയെടുത്താല് ഇവർക്ക് കൂലി കൊടുക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്താ മെച്ചം കിട്ടുക? അതന്നെ പ്രശ്നം. അതില്ല. അത് തന്നെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് ചെലവ് കുറവായിരുന്നു, ഇവർക്ക് കൂലിയൊക്കെ കുറവായിരുന്നു, വളത്തിനൊക്കെ വില കുറവായിരുന്നു, പിന്നെ ഈ ട്രാക്ടറിനൊക്കെ ചാർജ് കുറവായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും കൂടി. എല്ലാത്തിനും കൂടും. കാരണം പെട്രോളിന്റെ വിലയും മറ്റേ വില, അത് വില. ഇതിപ്പോ എന്തരിയാ കുഴിച്ചിട്ടിരിക്കണ? മട്ട. പാലക്കാടിന്റെ മട്ടയാണ്. ഉമാമട്ട. അങ്ങനെ ഇതിപ്പോ എത്ര ദിവസമായി ഉണ്ടാവും? ഇത് 2 മാസമായിട്ടില്ല. 2 മാസമായി. ഇനി 4 മാസമാ. ഇനി 2.5 മാസം. ഇനി 2.5 മാസം കൊണ്ട് ഇത് കൊയ്ത് കൊട്ടിയിലാവണം. ഇനിയിപ്പോ 1 മാസം 1.5 മാസമായ കതിര് നിരക്കും. 1 മാസം കഴിഞ്ഞ പിട്ടില്. നിങ്ങളിപ്പോ പണ്ട് മുതലേ എന്ന് പറഞ്ഞതേ ഏകദേശം എത്ര കൊല്ലായിട്ടുണ്ടാവും? നമ്മുടെ ചെറുപ്പത്തില് ഇതിന് തൊഴില്. ചെറുപ്പത്തിൽ. അപ്പൊ ഇപ്പൊ എത്ര വയസ്സ്? എനിക്ക് 70. സുബ്ഹാനല്ലാഹ്. അത്രയും കാലമായിട്ട് തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കാരണവര് തന്നെയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളത് അതിനെ കൊണ്ടുനടക്കാൻ വേണ്ടി ചെയ്യണു. അത്രേ ഉള്ളൂ. അല്ലാതെ ലാഭമൊന്നും കരുതിയിട്ടല്ല. ലാഭമൊന്നും കരുതി ചില പണി ചെയ്തിട്ട് കാര്യമില്ല. ജമ്പം കേടുവരും. അതെ അതെ. പക്ഷേ സ്വന്തമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ തൊഴിലായില്ലേ? അതെ, അത് ശരിയാ. പക്ഷെ ഇത് മറ്റു പണിമനല്ല, ഇത് ഇത്തിരി കഷ്ടമുള്ള പണിയാണ്. അതെ, അതറിയാം. ഇത് ചേറ്റിനുള്ളിൽ കൂടെ നടന്നിട്ട് വളവറിയണം. ഇത് കളവലിയൊക്കെ. കളവലി പഴമല്ല, ഇത് എനർജി വലിച്ചെടുക്കും. കള ഇട്ട് കൊടുക്കണ വളമൊക്കെ കളന്നെടുക്കും. അങ്ങനെയല്ലല്ലോ, കള പറിച്ചലാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കണല്ലേ. കളയൊന്നും കാര്യമില്ല. ഇതൊന്നും അല്ല കള. ഇതൊക്കെ കളനാശിനിയിൽ പോയതാണ്. ഇതൊന്നും അല്ല കള. കളയൊക്കെ ഇതിനൊപ്പം ഉണ്ടാവും. ഇപ്പൊ ഈ മഴയില്ലേ, കളയ്ക്കുള്ള മഴയാണ്. ആ മഴയൊക്കെ പൊന്തും. ഇത് പറ്റിയ, ഇതിങ്ങനെ പറ്റിയല്ലേ, പറ്റിയ അങ്ങനെയും വരും. ഇവിടെ ഒരു പന നിക്കണോക്കാണ്. പന നിങ്ങള് ഇത് കൊടുക്കൂല? പന കൊടുക്കല്ലേ? പന ആർക്കും ആർക്കും വേണ്ട. പക്ഷെ അവിടേക്ക് നമ്മളവിടെയൊക്കെ ഇത് കൊണ്ടുവന്ന് വിൽക്കണത് ഒരു കായക്ക് 50 റുപ്യ. അത് ഇത് കേരി ഇട്ട് അതിനെ കാമ്പാക്കി എടുത്തണെങ്കിൽ പണിയില്ലേ? പണിയുണ്ട് അല്ലേ?
അപ്പൊ പിന്നെ ഒക്കെ കിട്ടണം കഥ തന്നെയാക്കരം. ഏ അപ്പൊ ഒക്കെ കിട്ടണത് കഥ തന്നെയാക്കരം. അല്ലാണ്ട് ഇവിടെ ഇതിനൊന്നും വിലയൊന്നുമില്ല. ഈ തെങ്ങുമ്മയും കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. തെങ്ങിനും കായില്ല. കായില്ല ഇവിടെ. ഇല്ല. തെങ്ങിന് നമ്മളവിടെയൊക്കെ എങ്ങനെ തെങ്ങ് കുഴിച്ചിട്ടാലും ഉണ്ടാവും. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ചാണകവും പരിപാടിയും കൊണ്ടുപോയിട്ടാ സംഭവം തെങ്ങൊക്കെ ഉണ്ടാവും. തെങ്ങിന് കായ് പോരാ അല്ലേ? കായില്ല. ഇല്ല. അതന്നെ ഇവിടെ മണ്ണ് ടൈറ്റ് മണ്ണ്. ഈ മണ്ണ് ടൈറ്റ് ആണെന്ന് പറഞ്ഞത്. ശരിയാട്ടോ. നമ്മളിവിടുത്തെ മണ്ണ് മാതിരിയല്ല. അല്ല. അത് കാരണം വേരോട്ടം കുറവാക്കരം. വേര് നല്ല ഓടണം. വെള്ളം ഉണ്ട് ഇവിടെ, പക്ഷെ വെള്ളം ഉണ്ടായത് കൊണ്ട് പോരാ. മണ്ണിന്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മണ്ണില് ഇതിന്റെ ജൈവാംശം വലിച്ചെടുക്കാനുള്ള വേരോട്ടം കിട്ടണില്ല. അതാണ് മെയിൻ പ്രശ്നം. വേരോട്ടം കിട്ടുന്നില്ല. കിട്ടിയ വേര് ഉണങ്ങിയിട്ടും ചീഞ്ഞിട്ടും ഒക്കെ പോവും. അല്ല, ഇപ്പൊ ഇതിന് തെങ്ങിനെന്താ വളം ഇട്ട് കൊടുക്കുക? ഇത് സാധാരണ നമ്മള് കാലുവെള്ളം ഇടാണ് മെയിൻ നല്ലത്. ഞാൻ വീട്ടിലതാ ഇടല്. കാലുവെള്ളം ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റേ പറയാണ്. തേങ്ങയുടെ രാസവളം ഇട്ടിട്ടുണ്ടാക്കിയ രാസവളത്തിന്റെ പുളിപ്പ് ഒരു 2 മാസം 3 മാസം നിൽക്കും. 3 മാസം കായ് ഉണ്ടാവും. അതെ, അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല. അവസ്ഥയാണ് ഇപ്പോൾ അവസ്ഥ. അതെ, അങ്ങനെയാണ് ചേട്ടന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് നെല്ലുണ്ടാക്കണോന് കൊയ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കൊയ്ത്ത് ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയാ, അങ്ങനെ ചെയ്തു പോവാണ്. സബ്ജക്റ്റ് ഇതാണ്.